ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ വാഹനവുമായിട്ട് വളരെ ഇടുങ്ങിയ റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്തു പോകുന്നത്. അതായത് ഒരു വാഹനത്തിന് കഷ്ടി പോകാൻ പറ്റുന്ന ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. മറ്റൊരു വാഹനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സ്പേസുകൾ, ഇത്തരത്തിലുള്ള സ്പേസുകൾ കണ്ടെത്തി വരുന്ന വാഹനങ്ങൾ ഒതുക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഒരു വാഹനത്തിന് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം, അതായത് നമ്മളൊരു മെയിൻ റോഡിൽ നിന്ന് ഇത്തരത്തിലേക്കുള്ള റോഡുകളിലേക്ക്, അതായത് വീതി കുറഞ്ഞ റോഡുകളിലേക്ക് തിരിയുമ്പോൾ വാഹനം ഓടിക്കുന്ന ബിഗിനേഴ്സ്, ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ ഒരു വലിയൊരു പ്രോബ്ലമാണ് ശരിയായ രീതിയിൽ വീതി കുറഞ്ഞ ഇത്തരത്തിലുള്ള റോഡിലേക്ക് ലെഫ്റ്റോ റൈറ്റോ തിരിച്ചെടുക്കാനായിട്ട് കഴിയാതെ വരും. കാരണം തിരിഞ്ഞു വരുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ ഇത്തരത്തിലുള്ള മതിലുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഉരയുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ സൈഡിൽ പോസ്റ്റോ അല്ലെങ്കിൽ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറി പോകുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. കാരണം എന്താണ്? വീതി കുറഞ്ഞ റോഡുകളിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്, അതായത് ഒരു വീതി കുറഞ്ഞ റോഡുകളിലേക്ക് ലെഫ്റ്റും റൈറ്റും നമുക്ക് ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ എങ്ങനെ സൈഡിലുള്ള ഒബ്ജക്റ്റിലൊക്കെ തട്ടാതെ കൃത്യമായിട്ട് ചെറിയ സ്പേസിൽ നമുക്ക് ടേൺ എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മുന്നിലായിട്ട് നമുക്ക് അത്തരത്തിൽ ടേൺ എടുക്കാനായിട്ടുള്ള ഒരു റോഡുണ്ട്. ഞാൻ അങ്ങോട്ടാണ് ഇപ്പോൾ വാഹനവുമായിട്ട് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്, അതിനുശേഷം റൈറ്റ് ടേൺ എടുക്കുന്നത് നിങ്ങളെ ഞാൻ കൃത്യമായിട്ടും കാണിച്ചു തരാം. ഇതിനുവേണ്ടി നിങ്ങൾ 1-2 പോയിന്റ്സ് വാഹനത്തിൽ കൃത്യമായിട്ടും മനസ്സിലാക്കി ജഡ്ജ് ചെയ്ത് വാഹനം ഡ്രൈവ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഫുഡ് പെഡലിൻ്റെ കൺട്രോളിങ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് കൊടുക്കാം. ഒപ്പം ഞാൻ ഡ്രൈവിംഗ് ടിപ്സിൻ്റെ മറ്റൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് കൂടെ ഇട്ടേക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കയറി കാണുക. ഓക്കെ, ഇപ്പോൾ ഞാനിത് ഫസ്റ്റ് ഗിയറിലാണ് വാഹനമായിട്ട് മുന്നോട്ട് പോകുന്നത്. വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, വളരെ ഇടുങ്ങിയ റോഡാണ്. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. ഓക്കെ, ഇനി നമുക്ക് ഇത്തരത്തിലുള്ള റോഡിൽ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ടേൺ എടുക്കുക. ലെഫ്റ്റോ റൈറ്റോ ടേൺ എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് തിരിയുക. കാരണം നമുക്ക് ക്ലച്ചും ആക്സിലറേറ്ററും ഒക്കെ കൺട്രോൾ ചെയ്ത് വാഹനം മെല്ലെ മെല്ലെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയറിൽ ഈ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. 2, നിങ്ങൾ തിരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ റെഫറൻസ് പോയിൻ്റായിട്ട്, ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് നിങ്ങൾക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഫറൻസ് പോയിൻ്റായിട്ട് നോക്കേണ്ടത് ലെഫ്റ്റ് മിറർ ആയിരിക്കണം. അതായത് ഈ ഒരു ലെഫ്റ്റ് മിററിൻ്റെ നേരെ ആയിരിക്കണം നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ എൻഡ് വരേണ്ടത്. നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിതേ വാഹനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഫസ്റ്റ് ഗിയറിലാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കണം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വാഹനം ഒരുപാട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേരാൻ പാടില്ല. ഒരു നിശ്ചിത സ്പേസ് റോഡിൽ നിന്ന് ഇട്ടിരിക്കണം. ഏകദേശം ഒരു 2 അടി 3 അടിയെങ്കിലും ഒരു സ്പേസ് ഇങ്ങോട്ട് മാറിയിരിക്കണം. ഒരുപാട് നമ്മൾ ആ സൈഡിലേക്ക് ചേർന്നിട്ട് തിരിക്കാൻ നോക്കിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, മുന്നിലായിട്ട് ആ ഒരു സ്പേസിലാണ് നമുക്ക് വാഹനം തിരിഞ്ഞു കയറേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടാണ് ടേൺ എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഈ സെൻറ്റർ ഭാഗം, അതായത് സെക്കൻഡ് ഡോറിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഉരയാൻ സാധ്യതയോ. അതുകൊണ്ട് തന്നെ നിശ്ചിത സ്പേസ് ഇങ്ങോട്ട് ഇട്ടേക്കുക. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ക്ലച്ചും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് ചെറിയൊരു കയറ്റത്തോടു കൂടിയ ഒരു ടേണാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇപ്പം ഞാൻ നിശ്ചിത സ്പേസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക, ഞാനിത് ഇങ്ങനെ വന്നു. ഇനി നിങ്ങൾ തിരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ റോഡാണ്. ആ റോഡ് നമുക്ക് ഏകദേശം ആ റോഡിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഒരു എൻഡ് കൃത്യമായിട്ട് ആ ടാറിങ് നമുക്ക് ഈ ഒരു മിററിൻ്റെ ലൈനിങ്ങിനോട് വരണം. അതായത് ഈ മിററിനോട് ഏകദേശം ചേർന്ന് ഈ ഒരു രീതിയിൽ വരണം. ഇങ്ങനെ വന്നതിന് ശേഷമേ ടേൺ എടുക്കാവുള്ളൂ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ എ പില്ലർ, അതായത് ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഭാഗവും കഴിഞ്ഞ് കുറച്ച് മുന്നിലാണ് നമ്മുടെ ടയർ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ടേൺ എടുക്കുമ്പോൾ ഏകദേശം ഇവിടുന്നാണ് ടയർ തിരിയുന്നത്. നമ്മൾ കുറച്ചും കൂടെ ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗത്ത് മിറർ വന്നിട്ടാണ് ടയർ തിരിയുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൈഡ് വരെ ഇപ്പം നിങ്ങൾ നോക്കുക, ആ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ റോഡിൻ്റെ ഏകദേശം ഒരു മുന്നിലായിട്ടാണ് ഇപ്പം നമ്മുടെ ടയർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഒടിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഹാഫ് ക്ലച്ചിൽ വന്നു, ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് ലെഫ്റ്റ് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഒടിച്ചേക്കുകയാണ്. ഇങ്ങനെ തിരിയുകയാണ്. ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് ഒന്നും ഉരയത്തില്ല. നിങ്ങൾ നോക്കുക, നമുക്ക് സൈഡ് ഉരയാതെ പ്രോപ്പറായിട്ട്
തിരിഞ്ഞ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. നിങ്ങൾ നോക്കിക്കേ, ഞാനിത് തിരിഞ്ഞ് കൃത്യമായിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു, അതായത് തിരിയുന്ന റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. ഇനി നമുക്ക് മെല്ലെ ഇത് സ്റ്റിയറിങ് നേരെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തിരിയാൻ കഴിയും. അപ്പോൾ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇടുങ്ങിയ ഒരു റോഡിലേക്കൊക്കെ നമ്മൾ തിരിയുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഈ ഒരു മിറർ ലൈനായിട്ട് വെച്ച് നിങ്ങൾ എടുക്കുക. നമ്മുടെ അതായത് ഈ എ പില്ലറിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഫ്രണ്ടിലെ ടയർ ഉള്ളത്. അപ്പോൾ ആ ടയർ മുന്നിലേക്ക് തിരിയുന്ന റോഡിൻ്റെ മുന്നിലേക്ക് കയറി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഒരു കാരണവശാലും തിരിയുന്ന റോഡിൻ്റെ പുറകിലായിട്ട് വന്നിട്ട് നമ്മൾ തിരിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് നേരത്തെ ടയർ നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും സൈഡിലുള്ള ഒബ്ജക്റ്റുകളിലേക്ക് വരെയും. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒരു വാഹനം സ്വന്തം വീട്ടിലേക്കൊക്കെ കയറ്റിയിടുന്ന സമയത്ത് വീടിൻ്റെ മുന്നിലേക്ക് കയറാനായിട്ട് ചെറിയ വീതി കുറഞ്ഞ റോഡുകളായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിലെടുക്കുമ്പോൾ ചിലപ്പോൾ വീടിൻ്റെ സൈഡിൽ ഇതുപോലെയുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ തിരിയുന്ന സമയത്ത് പല ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ ഒരു മാർഗ്ഗമാണ്. ഇനി നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ടേൺ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇത് ഇവിടെ തന്നെ ഒരു ഉദാഹരണം കാണിക്കാം. ഇവിടെ നമുക്ക് ഒരു സ്പേസ് ഉണ്ട്. അങ്ങോട്ട് നോക്കുക, ഒരു ടാറിങ് അല്ല, സാധാരണ നോർമലായിട്ടുള്ള റോഡാണ്, ഇടുങ്ങിയ റോഡാണ്. ഇങ്ങോട്ട് നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് തിരിഞ്ഞ് കയറണം. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുന്ന സമയത്ത്, അതായത് ഓപ്പോസിറ്റ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാക്സിമം നമ്മൾ ചേർന്ന് വരിക. അതായത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാക്സിമം ചേർന്ന് വരിക. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. തിരിയുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഗിയർ കൊടുക്കുക. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ മാക്സിമം ഇങ്ങനെ ചേർന്ന് വരിക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞു പോകാനായിട്ടുള്ള ഒരു സ്പേസ് വരും. ഓക്കെ, സ്പേസ് കിട്ടും. നിങ്ങൾ നോക്കുക, ഞാൻ വന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ റൈറ്റ് സൈഡിലെ ഈ ഒരു മിറർ നമുക്കിത് ആ റോഡിൻ്റെ ആ ഒരു എൻഡുമായിട്ട് ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുക, ഒരു ലൈൻ ഇട്ട് കണക്ട് ചെയ്യുക. ഏകദേശം സെയിം ആയിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഇനി ആ ഒരു അളവിൽ വന്നതിന് ശേഷം മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. ഇനി വന്നതിന് ശേഷം എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിഞ്ഞ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വാഹനം കയറ്റാം. നിങ്ങൾ നോക്കിക്കേ, തിരിഞ്ഞ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രോപ്പറായിട്ട് വരുന്നു. വീണ്ടും നമുക്ക് സ്റ്റിയറിങ് നേരെയാക്കി കൊടുക്കാം. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് തിരിയാനായിട്ട് കഴിയും. ഇനി ഞാൻ ഒരു ഉദാഹരണം കൂടെ നിങ്ങളെ താഴെ കാണിച്ചു തരാം. 1-2 തവണ എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ഐഡിയ കിട്ടും. ഓക്കെ, ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. 1-2 ഉദാഹരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ ഐഡിയ കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാണുക. ഓക്കെ, ഇനി നമുക്ക് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും റൈറ്റ് ടേൺ എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇനി നിങ്ങൾ നോക്കുക, മുന്നിലായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് റൈറ്റ് ടേൺ എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇത് കുത്തനെ ഉള്ള ഒരു ഇറക്കമാണ്. ഞാനിത് മെല്ലെ ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഇറക്കം ഇറങ്ങുന്നു. ഫസ്റ്റ് ഗിയറിൽ മെല്ലെ ബ്രേക്കിലാണ് ഈ ഒരു ഇറക്കം ഇറങ്ങുന്നത്. ഇവിടുന്ന് നമുക്കിനി റൈറ്റ് ടേൺ എടുത്ത് തിരിഞ്ഞു പോകേണ്ടത് ഒരു മെയിൻ റോഡിലേക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ, അതായത് ഇറക്കം കൂടിയ ഒരു റോഡിലൂടെ നമ്മൾ റൈറ്റ് ടേൺ എടുക്കാൻ പോവുകയാണ്, മെയിൻ റോഡിലേക്ക് തിരിയാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് എങ്ങനെ അത് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഞാൻ വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. കയറ്റത്തിൻ്റെ അളവ് വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. ഇറക്കത്തിൻ്റെ അളവ് ശകലം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക, മുന്നിലായിട്ട് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ടേൺ എടുക്കേണ്ടത്, റൈറ്റ് ടേൺ എടുക്കേണ്ടത്. ഓക്കെ, വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ടേൺ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് ഗിയറിൽ തന്നെ ടേൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇത് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലുമുണ്ട്. നിങ്ങൾ മാക്സിമം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വരിക. ഓക്കെ, ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു. ഓക്കെ, ഇനി നമുക്കിത് ഇങ്ങോട്ടാണ് തിരിയേണ്ടത്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എളുപ്പമാണ് തിരിയാനായിട്ട്. ഏകദേശം ഇത് ഇവിടെ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ റൈറ്റ് സൈഡിലെ മിറർ നിങ്ങൾ നോക്കിക്കേ, ഏകദേശം ഈ ഒരു റോഡിൻ്റെ ഫ്രണ്ടിലേക്ക് വരണം. അതായത് ഈ ഒരു റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ലെവലിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതിനുശേഷം മെല്ലെ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഓടിച്ചു കൊടുക്കുക. ഇത് നമുക്ക് വീതി കൂടിയ റോഡായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തിരിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം മെല്ലെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾ ടേൺ എടുക്കുമ്പോൾ ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യമാണ്, നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ട് ടേൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ ഒരു ഇടുങ്ങിയ റോഡിലാണ് ടേൺ എടുത്തത്, അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു തരാതിരുന്നത്. എന്തായാലും നിങ്ങൾ ടേൺ എടുക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്ററും കൂടെ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ മിറർ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് നോക്കുക. റൈറ്റ് ടേൺ എടുക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലെ മിറർ നിങ്ങൾ കൃത്യമായിട്ട് റെഫറൻസ് പോയിൻ്റ് ആയിട്ട് വെക്കുക.
കൊടുക്കുക. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നിങ്ങൾ ടേൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും നിങ്ങൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇടുങ്ങിയ റോഡുകളിൽ ലെഫ്റ്റും റൈറ്റും ടേൺ എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കാണിച്ചു തന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിലുള്ള വീഡിയോകൾ നിങ്ങൾ തീർച്ചയായിട്ടും കയറി കാണുക. ഓക്കെ, വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.